ഒരു ഫാൻകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടില്ലേ അവളൊന്ന് സർപ്രൈസ് കൊടുക്കണം. എന്താ സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി പാലക്കാട് പെണ്ണ് കൊടുക്കരുത്. പാലക്കാട് താത്തി പറഞ്ഞു കില്ലാടികളെ. അങ്ങനെ നമ്മൾ ബാക്ക് ടു വ്ളോഗിലേക്ക് വന്നിരിക്കേണ്ട എന്നെ സംഭവിച്ചു. ഇന്നത്തെ പരിപാടി കേട്ടല്ലോ, എന്ന് നമ്മൾ വർക്കിനൊക്കെ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പൊ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ കണ്ടില്ല, മഴ. അപ്പൊ മഴയായ കാരണം നമ്മളിപ്പോ തൽക്കാലം വർക്കിനുള്ളത് നമ്മുടെ മേസിന്റെ വീട്ടിലുണ്ട്. നമ്മളെന്താ പരിപാടി വെച്ചാൽ ഇന്ന് തൃശ്ശൂർ പോകണി കേട്ടല്ലേ. നമ്മുടെ സംഭവം നമ്മുടെ മന്തി ടീം ആയിട്ടാണല്ലോ, നമ്മുടെ മന്തി കമ്പനിക്കാരെ കൂടി തൃശ്ശൂർ പോവാണ്. തൃശ്ശൂരിലെ മന്തി കഴിക്കാൻ കേട്ടല്ലേ, അതാണ് നമ്മുടെ വ്ളോഗ്. തൃശ്ശൂരിൽ മന്തിയുടെ സംഭവം കുറെ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ പോണ വഴി അറിയിക്കാൻ. എന്നെ സംബന്ധിച്ച് നമ്മൾ 6 പേരാണ് ഉള്ളത് നമ്മുടെ മന്തി കഴിക്കാൻ. പക്ഷെ 6 പേരിൽ ഒരാൾ മിസ്സാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ മരിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആള് വരില്ല. അപ്പൊ നമ്മള് 5 പേര് കൂടി പോകണില്ല. അപ്പൊ 2 പേര് കാർ എടുക്കാൻ വേണ്ടിട്ടാ മേസ്ത്രി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേസ്ത്രി ഹായ് പറയടാ. ഇല്ലല്ലോ അവന്റെ നാണം ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നത്, നേരെ പോകണത്. അപ്പൊ സുധി ഫോണിൽ സംസാരിച്ചിട്ട് സുധി വരുന്നുണ്ട്. സുധി ഒരു ഹായ് പറയും. അതന്നെ. അപ്പൊ കിടല പോവാണ്. അപ്പൊ കാർ എടുത്തിട്ട് വരുന്നില്ല പിള്ളേർ. അപ്പൊ കാർ എടുത്തു കഴിഞ്ഞാൽ നേരെ പോവാ തൃശ്ശൂർക്ക്. ആദ്യം മടക്കണം തന്നെ അവിടെ പോകണമെന്ന് പറയുന്നത്. പിന്നെ കിളർ നേരെ മന്തി കഴിക്കാൻ പോകണം. പിന്നെ കിളർ നമ്മളൊരു ഫാൻകൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണ്ടില്ലേ അവളൊന്ന് സർപ്രൈസ് കൊടുക്കണം. എന്താ സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി അവൾ അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് മീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അല്ല ഞാൻ മീറ്റ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ അവളൊന്ന് മീറ്റ് ചെയ്യണം. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കുന്നു. പിന്നെ നേരെ ബീച്ചിലേക്ക് പോകുന്നു. അതാണ് പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പൊ എന്തായാലും കാർ വരട്ടെ. നമ്മുടെ കാർ പോകുന്നു. അപ്പൊ പ്രവീണാണ് എടുത്ത് തന്നത്. അതെ. പിന്നെ അജി അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കാർ ആൾട്ടോയിലാണ് നമ്മളൊന്ന് പോകുന്നത്. കില്ലടയിൽ അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി. അജി മോൻ ഹായ് പറ. ബ്ലോഗാണ്. അപ്പൊ കിലോട്ടർ ഇതാണ് നമ്മുടെ മന്തി കേട്ടാ. ഇത് നമ്മുടെ തമ്പിക്കുട്ടൻ. പിന്നെ ഇത് അത് കട്ടണം. പിന്നെ സുധി, പിന്നെ അജു, പിന്നെ ഞാൻ, പിന്നെ കട്ടപ്പേണില്ല നമ്മുടെ മന്തി കഴിക്കാം. അപ്പൊ നമ്മളൊക്കെ കൂട്ടിയിട്ടാണ് പോണത് തൃശ്ശൂർക്ക്. എന്താ സംഭവിച്ചു, അയാളില്ല, അയാള് മരിപ്പിന് പോയിരിക്കണേ കട്ടപ്പ. അപ്പൊ അതിന്റെ പേരെ നമ്മളിപ്പോ തൽക്കാലം പോവാണ്. ഞായറാഴ്ച പോകാനായിരുന്നു ഉള്ള പ്ലാന്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച നമുക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ ശനിയാഴ്ചക്കാക്കി. അതായത് ഇന്ന്. അപ്പൊ ഇനി നേരെ പോയില്ലല്ലേ. അപ്പൊ കാർ എടുത്തിട്ടുണ്ട്. നമ്മൾ കാട്ട് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. മേസിന്റെ വഴിയാണ്ട് ഇതൊക്കെ. എന്ത് രാജാ എന്റെ വഴി, ആരുടെ വഴി ഇത്? മേസിന്റെ വഴിയല്ലേ? എന്റെ പൊന്നോ കിലർ. ഞങ്ങൾ സുമതി വളം കണ്ടുട്ടാ. എന്താ പടം, സുമതിനെ കണ്ടില്ല. സുമതിന്റെ നാരങ്ങ ഉണ്ട്. അതല്ല പ്രയത്തിന് നാരങ്ങട്ടാ വ്ളോഗിൽ പറ്റുന്നത്. സുമതി നാരങ്ങാന്ന്. അത് അജു നാരങ്ങ. അതെ അതെ ഇല്ലാട്ടല്ല. അപ്പൊ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ദൈവം പറഞ്ഞിട്ട് പാന്റ് ഇട്ടൊന്നും എന്റെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. കേട്ടിട്ടുണ്ടാ? പിന്നെ എടാ അമ്പലം എന്ന് പറഞ്ഞ മുണ്ടിടുന്നത് എനിക്ക് നമ്മളൊന്നും കയറില്ല. കാര്യം പറഞ്ഞത് ഞങ്ങൾ വെളിയുണ്ടാവും റൗണ്ടില്. പിന്നെ നിന്റെ മുണ്ടോട്ട് പ്രവി. അതൊക്കെ നീ മാത്രം പോയിട്ടുണ്ടാ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ ചെറുതായിട്ട് മൂടാവാൻ പെട്രോൾ പമ്പിൽ എത്തിയില്ലേ. അതല്ല, അത് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ചായ കുടിക്കണം, പരിപാടി. ഫുള്ള് വാങ്ങും. ഇല്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പൊ അടിക്കില്ല. പോയിട്ടോ തിന്നാനൊക്കെ വേണ്ട. സത്യം തിന്നാനൊക്കെ കൊണ്ടുവരണം. എനിക്ക് പറ്റുന്ന തിന്നാൻ നടക്കില്ല. കുറച്ച് ഞാൻ തിന്നാൻ നീ വാങ്ങിട്ടാ. തിന്നാൻ വേണം. ഇല്ലാണ്ടല്ലോ. അപ്പൊ സാധനമൊക്കെ വാങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെന്താ വെച്ചാൽ പോവാ. ഇനിയിപ്പോ നമ്മളെ നേരെ തൃശ്ശൂർക്കാണ്. റൗണ്ടിൽ പോയില്ല. നമ്മളെ മറ്റേ പെണ്ണ് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞല്ലേ സംഭവം. അവളിന്ന് ലീവാണ്, സുഖമില്ലല്ലോ. അപ്പൊ അവള് നേരെ റൗണ്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ അവള് അവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പ്ലാൻ. നമ്മളൊരു ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിള്ളേർ വണ്ടിക്കുള്ളിരുന്ന് പരിപാടി തുടങ്ങി. പരിപാടിയാണ് വേറെ നല്ല കളിക്കാടല അടി തന്നെ. നമ്മളെന്താ ട്രിപ്പ് പറഞ്ഞ അടി തന്നെയല്ല. അപ്പൊ ഞാനും ചെക്കനും കൂടി ചായ കുടിക്കാൻ വേണ്ടി കളിക്കാടല. 2 സമൂസ അല്ല 3 സമൂസയും ഒരു ബൂസ്റ്റും. ചായ ബൂസ്റ്റ് ഇടല വിത്ത് സമൂസ. അപ്പൊ നമ്മൾ വണ്ടി എടുത്തു, ചായ കുടിച്ച് വണ്ടി എടുത്തിട്ട് ഇനി നേരെ ചായ കുടിക്കാൻ നോക്കുന്നത് ഈ കടയായിട്ട് ടോള് ഉണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി ടോളായിട്ട് KGN ബ്രേക്കേഴ്സ് ഇല്ലാടികളെ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയില്ല. തൃശ്ശൂർ റൗണ്ട്സ് നമ്മുടെ എന്താ
നമ്മളങ്ങനെ മടക്കുന്നതിനെ മണ്ണിലെത്തിക്കേണ്ടില്ല. പക്ഷെ 12 മണി എന്താ ഫോട്ടോ എടുപ്പിക്കാലോ, നമ്മൾ ഭയങ്കര ഫോട്ടോ എടുപ്പിക്കും. ഇല്ലാതെ നമ്മൾ മടക്കുന്നതിനെ മണ്ണിലെത്തി. പിള്ളേർ രാവിലെ വരണം ഞാൻ പറഞ്ഞിട്ടാ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ സമയം ഇല്ലാതെ നമ്മൾ എണീക്കാൻ തന്നെ വൈകി. പക്ഷേ എണീക്കാനല്ല, കുറച്ച് പ്ലാനിങ് ഒക്കെ മാറി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ മന്തി കഴിക്കാൻ പോകണമെങ്കിലല്ല, മന്തി കഴിക്കുന്ന പരിപാടി മെയിനായിട്ട്. അപ്പൊ ഇവിടെ കുറച്ച് നേരം നിൽക്കാം. അവളവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് പോകുള്ളൂ. അവള് വരട്ടെ. റൗണ്ട് ഇവിടെ ഉണ്ട് രാജു. ഫ്രണ്ട് വീടാ ഇല്ലാടല്ലേ അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് വിചാരിക്കുന്നത്. 1.5 മണിക്കൂറിനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവളെ വെയിറ്റ് ചെയ്യാൻ നേരെ കഴിക്കാൻ പോകും. വയറ് വിശക്കാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ റൗണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ലാടല്ലേ സംഭവം നമ്മൾ ഉദ്ദേശിച്ചില്ല കേട്ടോ. ഫുൾ കപ്പിൾസ് ആണ് ഇല്ലാടല്ലേ. എവിടെ വീട്ടില ബീച്ചിലല്ലേ? ബീച്ചിലില്ല. ബീച്ചിൽ സമയമുണ്ട്. ചാവക്കടപ്പല്ലേ 6 മണിക്ക് കയറ്റി വിടുന്നത്. അതെ അതെ 6 മണിക്ക് കയറ്റി വിടും. അതെ ഇതാണ് വഴി കേട്ടതാ. ഇതാ കണ്ടില്ലല്ലോ. അജുവാണി ഇപ്പൊ നേരെ പോയിട്ടുണ്ട്. റോട്ടിൽ പോയിട്ടുണ്ട്. അറിയത്തല്ലോ. എന്നിട്ട് ആട്ട അപ്പുറത്തോടെ പോകാൻ വഴി എവിടേക്ക് വിളിക്ക്. ഏതാ പെൺകുട്ടി? ഏത് പെൺകുട്ടി? എന്താണ് സുധി ഇവനെന്താ വീടൊക്കെ കേസിൽ പറ്റിയാ? വീടൊക്കെ നമുക്ക് എത്ര മണിയാ? 1 മണിക്കൂർ 2 മണിക്കൂർ വരാ. അതെ അതെ എങ്ങൾ മേസ്തിരി സാർ മേസ്തിരി സാർ ഒന്നുമില്ല. എന്ത് ഓർഡറ് നടന്നോണ്ടേ ഇരിക്കണ്ട. സംഭവം ഒരു റൗണ്ട് കറങ്ങാൻ സമയം ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. ആ ഫ്രണ്ടിനെ കാണണം എന്തായാലും. നീ ഫ്രണ്ടിനെ കണ്ടിട്ടേ പോവുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യമേ. കൈ നോക്കടാ. ഞങ്ങളുടെ മേച്ചിന് വിളിക്കണ്ട. പോണോ അത് ചിലപ്പോ ഞാൻ പറയണടാ. അതാണ് പാറമേക്കാവ് വെച്ചു. തിരുമേനിയ ഇല്ലാതെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ. നടന്ന് വയ്യാണ്ടായില്ലേ? ഇല്ലാടെ ഇവന്റെ സംസാരം അല്ലേ സംഭവം. ഇവൻ എങ്ങനെയാണ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ? ഇവൻ എങ്ങനെയാണ്? സുധി ഇവൻ എങ്ങനെയാ? സുധി പ്രവി എങ്ങനെയാണ്? തള്ളി സ്റ്റെപ്പിന് വേറെന്താണ്? വേറെ മീന് കേയില്ലേ നോക്ക്. ഈ ചെക്കനാണത്. ഇല്ലാടില്ല. അപ്പൊ നമ്മൾ ഇറങ്ങിയ ദിവസം അവരൊക്കെ മീറ്റ് ചെയ്തു. സംഭവം അവരെ ഞാൻ വീഡിയോ കാണിക്കാൻ വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. കുഴപ്പമില്ല. നമ്മൾ നേരെ പോയി മന്തി കഴിക്കാം. ഇല്ലാടില്ല. അപ്പൊ നമ്മളങ്ങനെ തൃശ്ശൂർ നഹദിയിലെത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മുടെ ഫ്രണ്ട്സിനെ അവരെ അവിടെ തൃശ്ശൂർ റൗണ്ടിൽ ഇറക്കി വിട്ടിട്ട് നമ്മളവിടെ എത്തിക്കില്ല. നഹദി കുഴിമന്തി കടയിൽ നല്ല തിരക്കുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മളെ പിള്ളേർ 2 അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവർ പേര് കൊടുത്തിട്ടുണ്ട് 5 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നാലും നമ്മൾ മന്തി കഴിച്ചിട്ട് പോകണല്ലോ. ഇത് പിന്നെ ഓൾവേസ് ബെസ്റ്റ് ആണല്ലോ. എന്നിട്ട് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് പാർക്കിംഗ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ മന്തി കഴിക്കുന്നു. നേരെ സ്നേഹതീരം പോണ്. ഓക്കെ. പക്ഷെ സ്നേഹതീരത്ത് ഇറങ്ങാം. മറ്റേ ഞാൻ നമ്മുടെ തൃശ്ശൂർ ആളെ ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞത് ഇപ്പൊ മഴക്കാലത്ത് ഇറങ്ങാണ്ടിരിക്കുന്നത് നല്ലതെന്ന്. ഒരുപാട് ഉള്ളിൽ പോകണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല മറ്റേ ഉൾവലിവ് ഉണ്ടാവും കടലിൽ മഴ പെയ്യുന്ന സമയത്ത്. പെട്ടെന്ന് വലിച്ചിട്ട് പോകും. അമ്പാടിയൊക്കെ പോയിട്ട് കയറാൻ പറ്റാണ്ടിരുന്നു. അമ്പാടിയും 6 മണി വരെ ഉണ്ടാവുള്ളൂ. പോലീസ് കയറ്റി വിടും. അതേ ഉള്ളൂ. അപ്പൊ നമ്മളെ സ്നേഹതീരത്ത് പോകണു. അവിടെ ഇറങ്ങുന്നു. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നഹദിക്ക്. അത് അവിടെയാണ് നഹദി. KSRTC തൊട്ടാണ്. ഇനിയിപ്പോ വരാത്ത തൃശ്ശൂർ നഹദി KSRTC തൊട്ടാണ്. നല്ല തിരക്കാണ് കാണിച്ചു തരാം. കില്ലാടി പറയായിരുന്നു. അവിടെ നമ്മുടെ ബ്രാൻഡ് മിസ് നമ്മൾ മന്തിക്കടി സാധാരണ പോയി പേര് നമ്മൾ തളർത്തി. എന്താ കില്ലാടി പറഞ്ഞതിന്? അത് പറയുന്നത് അതിനപ്പുറം വലിയ കുഴപ്പമില്ല. തിരക്കാണ് ചേട്ടാ. ഇതൊക്കെ ഇടും. എന്താ കിട്ടി പറഞ്ഞത്? എനിക്ക് ഒരുപാട് കിട്ടും. എനിക്കൊന്നും കിട്ടില്ല. അതിലൊന്നും നമ്മൾ നടക്കില്ല.
എത്ര സമയം എടുക്കും? 15 മിനിറ്റാ? ഇത് പറഞ്ഞ 15 മിനിറ്റ് സമയമാകുമ്പോ ഇതെന്താ പറ്റി നിങ്ങൾക്ക്? നമ്മളെ വിളിച്ചിട്ടുണ്ട്, മോളിക്ക് പോണ്. നമ്മളെ വിളിച്ചു, നമ്മളെന്താ ചെയ്യും? മോളിൽ പോയിക്കൊണ്ടിരിക്കണേ. വൈറസ് കത്തണോ? എടാ കൈ കഴുകണം. സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഏത് കഴിക്കണം? സുധി ഏത് കഴിക്കാം? മെസ്സി പെരിപ്പരി ഷവായി ഷവായി നമ്മുടെ തൃശ്ശൂർ ഷവായി മാത്രമേ കഴിച്ചുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. അപ്പുറത്ത് ഷവായി പറഞ്ഞു. മയോണൈസും നമ്മുടെ മറ്റേ തക്കാളി ചട്നി വന്നതോ ഇത് നോക്കില്ലോ. മല മയോണൈസിന്റെ മല അതാ കാണോ? എന്തോ ഒരു പാക്കറ്റ് വേണം. ഇവന് ഒരു പാക്കറ്റ് വേണ്ട. സുധി മേഴ്സിന് മയോണൈസിന്റെ മറ്റേ ടച്ചിങ്സ് പോലെ അടിക്കണ്ടേ? ഐസ്ക്രീം പോലെ കൊടുത്തിട്ടാ. ഐസ്ക്രീം പോലെ കൊടുത്തിന് കൊടു അജിനോട് കഴിച്ചോണ്ടിരിക്കുക. അജു കഴിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തൊക്കെയാണ് പറഞ്ഞത്? മന്തിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാധനം വരുന്നില്ല. ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് ഹാഫ് ഷവായി ഹാഫ് പെരിപ്പരി വാട്ടർ പെരിപ്പരി ഓർഡർ ചെയ്തിട്ട് തൃശ്ശൂരിൽ മന്തി നമ്മൾ വന്ന് കഴിച്ചു. ഞങ്ങൾ എറണാകുളത്ത് ഷൂട്ടിന് പോയിട്ട് വരുമ്പോൾ മറ്റേ മഴയിൽ ഷൂട്ടിന് വേണ്ടി കഴിച്ചത്. പിന്നെ മുമ്പ് ഞങ്ങൾ ഒരിക്കൽ കഴിച്ചില്ല. അങ്ങനെ 3-4 തവണ കഴിച്ചില്ല തൃശ്ശൂരിൽ. അതെ, അവർ ആദ്യം വരുന്നത് തൃശ്ശൂരിൽ മന്തി കഴിക്കുന്നത്. അതെ, ഫസ്റ്റ് ടൈമാണ്. വിക്ടറി. എന്തത്? കിലോ നമ്മുടെ സാധനം വന്നു. കിലോ ഒരു മിനിറ്റ്. കിലോ നമ്മുടെ ഷവായി വന്നു, പെരിപ്പരി വന്നു. ഷവായി നമ്മുടെ സുധി നമ്മുടെ രണ്ടും ഷവായി നമ്മുടെ പെരിപ്പരിക്ക് എടുത്തിട്ട് ഓർഡറാ. എടാ മാറ്റാ ഷവായി സുധി ഒരു പീസ് ഷവായി. ഞാൻ ഇവിടെ ഗ്രീൻ ചട്നി ഇടാ. ഇവിടെ ഗ്രീൻ ചട്നി ഇടാൻ ഇടാ. ഞാൻ കഴിക്കാം. അപ്പോൾ കുറച്ചെടുത്ത് വിളമ്പരാ. എനിക്ക് കുറച്ച് ഓർമ്മില്ലടാ. വിളമ്പടാ. ഇതിലുള്ള അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് എടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം കൂടുതൽ റൈസ് എടുക്കുക. പിന്നത്തെ പ്രശ്നം മന്തിയിലൊക്കെ ഫസ്റ്റ് റൈസിന് നമ്മൾ കുറച്ച് അധികം എടുക്കണ്ട. അത് വെച്ചാൽ ഇത് ഫ്ലേവേർഡ് റൈസ് ഇനി വരില്ല. ഇനി സെക്കൻഡ് പോയിട്ട് പറയായിരിക്കും. അപ്പോൾ ഡീലർ നമ്മുടെ ഒരു ചെസ്റ്റ് പീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചെസ്റ്റ് പീസ് അങ്ങനെ എടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്രീൻ ചട്നി മുക്കുക. മയോണൈസ് മുക്കിയിട്ട് കുറച്ച് റൈസ്. അയ്യോ കിടന്ന് ഉടുക്ക് ചൂടാ. നല്ല ചൂട്. മയോണൈസ് മുക്കിയിട്ട് കഴിച്ചാ ഇവിടെ മയോണൈസിന് വേണ്ടി അജി കേട്ടോ. ഇവിടെ അജി കഴിക്കണുള്ളൂ. അജി സ്റ്റോറിൻ്റെ എന്താ വീട്ടിലെ തിരക്കാണ്. ഇല്ലാതെ ഞാൻ മതിയാക്കി എന്നാൽ സംബന്ധിച്ച് ഞാൻ ഷവായി ആയിരുന്നു എൻ്റെ. പക്ഷേ വേണ്ട ഇതൊക്കെ പെരിപ്പേരിൻ്റെ ആണെങ്കിലും എന്ന് വെച്ചാൽ അവർക്ക് വെന്തില്ലാതെ മറ്റതാണ്. മേഴ്സിൻ്റെ ഒക്കെ പ്ലേറ്റിൽ അങ്ങനെ ഉണ്ട്. വെന്തിട്ടുള്ളതാ അത് പോക്കറ്റ് വീട്ടിൽ പോയി കഴിക്കാം. സുധി പൊളി ഇതാ പ്രവീനേക്കുള്ളത്. ഞങ്ങൾ റൈസ് കില്ലർ ഇവരാണ്. ഇതാ തമ്മിൽ വൃത്തിയാക്കി പ്ലേറ്റില്ല. നമ്മൾ ഏകദേശം അങ്ങനെ കഴിച്ചില്ല. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നേരെ എന്താ കഴിച്ചു? നേരെ സ്നേഹിതത്തിന് പോയി ഇടാം. അപ്പോൾ നമ്മൾ കഴിച്ച് ഇവിടെ നിന്ന് ബില്ല് കൊടുത്ത് ഇറങ്ങണ്ടേ. ചേട്ടൻ അങ്ങനെ ഫിനിഷ് കഴിഞ്ഞു. ബില്ല് എത്രടാ? 100 മിനിറ്റ്. ചേട്ടൻ്റെ ബില്ല് വന്നിട്ട് 1153. കറക്റ്റ് ഇതാ. കാണിക്ക് ഷവായി മന്തി ഹാഫ് 400 രൂപ. 200 400. പെരിപ്പരി അൽഫാം മന്തി 660. അപ്പം എത്രയെന്ന് അറിയോ? എത്രയായി? 3 660 പറയുമ്പോൾ അറിയില്ല. പക്ഷെ GST ബില്ല് ഉണ്ടാകുന്ന GST ബില്ല് നോക്കും. 26 GSTക്ക് നല്ല പൈസ കൊണ്ടിരിക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചാണ് കേട്ടോ. നഹുദി മന്തിയിലൊക്കെ GST ബില്ല് പോകുന്നുണ്ട്. പക്ഷേ സൂഫിലും കഴിച്ചു കളയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ മന്തി കടയിൽ അറിയില്ല. വണ്ടി ഒക്കെ മറ്റേത് തണ്ടർ മറ്റേ പജറ പോലത്തെ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ സ്നേഹത്തിന് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ 23 കിലോമീറ്റർ ഉണ്ട്. നേരെ പോവാണ്. മന്തി കടയിൽ കയറി ഒരു ഗീൻ കാട്ടി ഒരു ഷർട്ടിന് ചേച്ചി കണ്ടത് പക്ക ഒന്നും പറയാനില്ല. ചെറിയ പെണ്ണാളെ പക്ഷെ പറയാനില്ലല്ലോ. എങ്ങനെയുണ്ട്?
അതെ ചിലരെ പക്ഷെ തൃശ്ശൂർ വിചാരിക്കുമ്പോൾ നല്ല നല്ല കുട്ടികൾ സീരിയസ്ലി നമ്മൾ ഇല്ലാതെ പെണ്ണോട്ട് പിന്നെ പാലക്കാട് പെണ്ണ് കൊടുക്കരുത്. പാലക്കാട് താത്തി പറഞ്ഞു അതെ അതെ പാലക്കാട് വിട്ട് കളിയില്ല. പാലക്കാട് പറഞ്ഞ ഏറ്റവും വലിയ ജില്ലയാണ്, അത് ഞാൻ സമ്മതിച്ചു. തൃശ്ശൂർ റൗണ്ട് 12 വന്നാലും തൃശ്ശൂർ റൗണ്ട് ആരെങ്കിലും ഒരാളെ അജു അങ്ങനെ പാലക്കാട് തൃശ്ശൂരാണെങ്കിൽ വൈബാണ്. അതെ ചിലരെ പക്ഷെ തൃശ്ശൂർ എന്താ വെച്ചാൽ കുട്ടികളുണ്ട്. നമ്മൾ പാലക്കാട് കാണാത്തോണ്ടല്ല, തൃശ്ശൂർ നല്ല കുട്ടികളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ സെറ്റാണ്. ഓക്കെ ഇപ്പൊ നമുക്ക് ബീച്ചിൽ പോയിട്ടില്ല, അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, മഴ പെയ്യാൻ ഇറക്കുമോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ തരാം എങ്ങനെ നമ്മൾ ബീച്ച് എത്തി. ബീച്ച് കിലോടെ നല്ല വെള്ളം ഇവിടെ ഒന്നും ഇറങ്ങാനേ ഇല്ല കിലോട്ടല്ലേ സത്യം പറഞ്ഞാ. ബീച്ച് എത്തിയിട്ടല്ലേ ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന അറിയില്ല. നല്ല വെള്ളം പറഞ്ഞാൽ നിറയെ വെള്ളം ഉണ്ട്. കാണാ നോക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ. ഇവന്റെ കൂട്ടമായിട്ട് വന്നാണ് കിലോട്ടല്ലേ ഇവിടെ അല്ല അപ്പുറത്താണ് പോകേണ്ടത്. നമുക്ക് അപ്പുറത്ത് വേണ്ടത് കിലോട്ടല്ലേ. പക്ഷെ നോക്കും ഇവിടെ മഴ പെയ്താനോ നല്ല തിരക്കണ്ട. അങ്ങനെ നമ്മൾ ബീച്ചെത്തി നടന്നുകൊണ്ടിരിക്കണ്ട. അവിടെ ഇറങ്ങാൻ പറ്റുമോ പ്രവീരാ? എവിടെ ഇറങ്ങാൻ പറ്റില്ലടാ, എവിടെ ഇറങ്ങാൻ നോക്ക്, തീരെ നോക്ക്. റെഡ് കിട്ടിങ്ങാടാ ടീം വന്നോണ്ടിരിക്കുന്നുണ്ട്. PSC റാങ്ക് കിട്ടണ അജു ആശ കില്ലടില്ലേ സത്യം പറഞ്ഞല്ലേ. ഇവിടെ ഇറക്കുള്ള തീരുമാനം കണ്ടില്ല നോക്കും. അത്ര തീരുമാനം അത്ര ശക്തി ഉണ്ടല്ലേ. അത് കാരണം ഇറങ്ങുന്ന അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചാവക്കാട്ടിക്ക് വിളിച്ചില്ല. നമ്മുടെ ഏട്ടൻ അവിടെ ലൈഫോടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ വിളിച്ച സമയത്ത് അവിടെ ഇറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടത്തെക്കാളും തിരിയാണ് അവിടെ. അതിന് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭവം നോക്കില്ല, ഈ മഴയാണെന്നല്ല നമുക്ക് തീരുമാനം നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല. നല്ല തീരുമാനമുണ്ട്. ബീച്ചിലൊക്കെ ഇറങ്ങാനായിട്ട് വൈബിൽ വന്നാൽ ചേട്ടൻ ആ തീരുമാനം അവസ്ഥ ചേട്ടൻ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. എന്താ സംബന്ധിച്ച് ഇറക്കി വിടില്ല. നമ്മുടെ പ്രവീണിന്റെ നിർദ്ദേശപ്രകാരം വന്നാൽ ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് മഴ അത്ര മഴ വേണ്ടിയിട്ടാണ് അതിന് ഇറക്കില്ല. അല്ല മഴ പെയ്ത കാരണം ബീച്ച് കണ്ട വെള്ളം കൂടിക്കൊണ്ട് ഇരുന്ന പ്രവേശിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ അവിടെ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് പോകാന്നുള്ള മൈൻഡിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലേ. പ്രവിയാണ് നമ്മുടെ വഴികാട്ടി. ഇങ്ങനെ പ്രവീൺ കുമാർ, ബാക്കിൽ അജിത് കുമാർ. അതെ പിന്നെ അതിന്റെ ബാക്കില് അജിത് കുമാർ, സുധീഷ് വർഗീസ്. എന്തൊക്കെയാ പറഞ്ഞേ ഇല്ലാത്ത സംഭവം നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കണ്ട. അങ്ങനത് നടന്നുകൊണ്ടേ ഇരിക്കണം. എന്താ സംബന്ധിച്ച് നമുക്കൊന്നും ഫുൾ മൂഞ്ചലിക്കേ അല്ല മൂഞ്ചലില്ല. എന്റെ ഫോൺ ഓഫ് ആയിട്ട് എന്താ സംഭവം അറിയില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഫോൺ പടക്കം ഓഫായി, ഓൺ ആവണില്ല. നോക്ക് അടുത്ത നമ്മൾ കടലിൽ അടുത്തെത്തിയില്ലടല്ലോ. ഏതോ വഴിയൊക്കെ പിള്ളേർ കൊടുക്കണമെന്ന് നോക്കുതാ. ഞാൻ ചവിട്ടി അടിച്ചു പോയിട്ടാ വേസ്റ്റ് ചവിട്ടിയപ്പോ പന്നി ചവിട്ടി പോയത്. വിളിക്കില്ല ഞാൻ കുളിക്കാൻ പറ്റില്ല. ഈ സമയത്ത് എങ്ങനെ നടക്കണ്ടേ? നടക്കണം അങ്ങോട്ട്. ഇതാണ് നമ്മൾ റിസ്ക് എടുത്ത് നടന്നു. ഞാൻ സൈഡിലോട്ട് വീടാ ചേട്ടാ സൈഡിലോട്ട് വീഴും. ഇതാണ്ടാ അതോ അപ്പടെ നോക്ക്. എന്താണ് മണ്ണൊക്കെ പോയിട്ട് അതിനാണെങ്കിൽ ഇവിടെ ഒരു കയറ് കെട്ടി വെച്ചു. നമ്മളാണ് ഈ വഴി കൂടെ വരുന്നത്. റിസ്ക് എടുത്ത വഴി കൂടെ വരുന്നില്ല അല്ലേ സംഭവം. ഏതൊക്കെ വഴി കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെ കയറ് കെട്ടിട്ട് റെസ്ട്രിക്ഷൻ അതിനാണ് കയറ് കെട്ടി വെച്ചിരിക്കും. ബ്ലഡി ഫുൾ മേസ്ത്രി അവിടെ വീണാ. സുഭാഷേ വരേണ്ടി വരും. ഇല്ലാതെ നമ്മൾ ഏതോ വഴി കൂടെ നടക്കണ ഈ ചെക്കൻ കൊണ്ടുപോകാൻ സംഭവം. ഇപ്പൊ തല്ലി മേടിച്ചിരുന്നു തോന്നണേ. ഏതാ ഇറങ്ങാൻ പറ്റില്ല, ഉൾവലി വീണ്ടാ. അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. ഇടിഞ്ഞു വീഴോ, ഇതിനുള്ളിൽ കൂടെ വേണോ? അതൊക്കെ ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണ്. ചേട്ടാ നമ്മൾ നടന്ന അവസാനം മറ്റിയ കടലിലെത്തി നമ്മള്. പക്ഷേ കടലിൽ പറഞ്ഞ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കണ്ടില്ല, പക്ഷെ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ ഇവിടെ എത്തിയില്ല. അന്ന് നമ്മൾ നേരത്തെ നടന്നപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ആയിട്ട് വണ്ടിക്ക് പാർക്ക് ചെയ്തത്. കുറെ ആൾക്കാരുണ്ട്. ഓക്കെ വരൂ. ചവിട്ടാ ഇല്ല പൊട്ടില്ല. ചാടി ചവിട്ട്. മേസ്തിരി കാല് തന്നെ. മേസ്തിരി നമ്മൾ കാലിൽ തന്നു കളിക്കാനില്ല. ഇറങ്ങി പോട്ടാ. വെറുതെ വെറുതെ പറഞ്ഞത് ഷോർട്സ് ഞാൻ വീഴ്ത്തേടാ. അതാ അതിന് ഏതൊരു സംഭവം. വെള്ളം നല്ല മോശം. വെള്ളം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മറ്റേതായത് നല്ലത്.
അവിടെ നമുക്ക് അവിടെ പോവാം. അതെ ഭയങ്കര മോശമുണ്ടോ ഭയങ്കര മോശം. അതെ വെള്ളം ഭയങ്കര മോശം. വൈബ് വെള്ളം ഭയങ്കര മോശം. വെള്ളം ഭയങ്കര മോശം. സുധി എന്താ എഴുതുന്നുണ്ട്? എന്താ സുധി ഇത്? ആശ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ആശുവിന് ഒരു ക്രഷ് ഉണ്ട്, ആശ. അത് ഏത് ആശ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ല നമ്മുടെ ചെക്കനതാ. പിന്നെ അവിടെ ചീട്ടുകളി പറഞ്ഞ അവിടെ പോയി നിന്നു. ബിസിനസ് ആയിട്ട് ചീട്ടുകളി പറഞ്ഞ അങ്ങനെ അവിടെ നിന്നു. എന്നെ സംബന്ധിച്ച ഫുള്ള് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ. അത്ര മഴ പെയ്യാൻ ഉൾവലിവ് മനസ്സിലായി. മഴ പെയ്ത് കഴിഞ്ഞല്ലേ കടലിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഉൾവലിക്കുന്നത്. അത് കാരണം ഇറങ്ങാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. നമ്മുടെ ടീം എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അജി എന്താണ് ഇറങ്ങണ്ടേ? അതെ കുടിക്കാൻ പറ്റില്ല. വെള്ളം ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഞാനും ഷോർട്സ് ഒക്കെ എടുത്തിട്ടാ. ഷോർട്സ് എല്ലാ സെറ്റപ്പോടെ വന്നാണ് നമ്മൾ ഇന്ന് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് കുറെ കാലം ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നടന്നില്ല. മൂഞ്ചി ഈ നേരെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് നമ്മളെ? ആകെ മൂഞ്ചി. ഇനി എന്താ പരിപാടി പറ? അതാ അവിടെ വെള്ളം കാലി തട്ട പറഞ്ഞ സംഭവം കലങ്ങിയ വെള്ളമായതുകൊണ്ട് നമുക്ക് കാലി തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അത് ഞാൻ നമ്മൾ വെള്ളത്തിൽ കളിക്കില്ല. സുധിരാ കടലില് കടൽ തീരത്തില്ലേ? കടൽ തീരത്ത് എഴുതി അത് നടക്കുന്നതാണ്. സുധി കടൽ തീരത്ത് എഴുതി അത് നടക്കുന്നതാണ്. അത് നടക്കും, സംഭവിക്കും. എഴുതിക്കോ. വേറെ അവിടെ കളിക്കെത്തിട്ട് ചീട്ട് കളിക്കണേ. നമ്മുടെ ടീം അപ്പൊ ചീട്ട് കളിക്കാൻ പോയിട്ട് ഞാൻ ടീം മാത്രം പെടാറുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ കുറവാണ്. സംഭവം ചാവക്കാട് പിന്നെ ഞാൻ പറഞ്ഞേ നമ്മുടെ ഏട്ടനെ വിളിച്ചു വെച്ചു. അവിടെ എന്താ സംഭവിച്ചു? അവിടെ ആൾക്കാരുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. കേട്ടല്ലേ ഇവിടത്തെ വെച്ച് തിരമാല സ്പീഡ് അല്ലെങ്കിൽ ആഴം കൂടുതലുണ്ടാവില്ല. അതിന് അവിടെ ഇറങ്ങാൻ സംഭവിക്കില്ല. സ്നേഹിതരമായിട്ട് വന്നാണ് കേട്ടല്ലേ. പക്ഷെ പറ്റില്ല. നോക്കാം കൊണ്ടല്ലോ. ഇവിടെയുള്ള ആൾക്കാരുടെ അതിൽ പെട്ടാൽ ഒറ്റ വിട്ടു കൊടുക്കല. കൊണ്ടുപോടത്തോളം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ യൂസ് ചെയ്യും. അപ്പൊ ഇപ്പൊ മീൻ പിടുത്തം നടക്കില്ല? മീൻ പിടുത്തൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അത് സീനില്ല. ഇതാണ് നമ്മുടെ എന്താ ഇത്ത പേര്? ഷമീർ. അപ്പൊ ഷമീർക്കാന്റെ കട കിലോ നമ്മുടെ സ്നേഹിതരെ മറ്റേ കവാടുമില്ല അവിടെ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഞാൻ കട കാണിച്ചിട്ടുണ്ട്. കടയുടെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്തായിരിക്കും പിന്നെ അങ്ങനെ ബീച്ചിൽ കിട്ടണമെങ്കിൽ ബീച്ചിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിലുള്ള ഓൾ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കാണിച്ചു തരാം. ഷമീർ തമ്പിക്കുട്ടൻ വന്നിട്ട് തമ്പിക്കുട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഇത് അജിത്ത് കാണാം. പിന്നെ ഇവൻ എഴുതറാ അജിത്ത് ബാബു കൊണ്ട് എഴുതിക്കണോ? പ്രാന്തയോ? ഞാൻ ഒരു വലിയ കൊണ്ട് ശ്രുതി ആ വലിയ പോവും. അജു എവിടെ അങ്ങോട്ട് തിരി. അയ്യേ പിള്ളേരെ അടിച്ചു മൂടാൻ സമ്മതി എന്തൊക്കെ കഞ്ഞിട്ടാ ഒരു പ്രാന്ത് പറഞ്ഞു കേട്ട് ഇതാണ് ഏറ്റവും വലിയ പ്രാന്ത്. അതെ മനു മറ്റേ മനു മിയ ഖലീഫ എഴുതാ. ആ പേര് കിട്ടില്ല. ഇപ്പുറത്തെ സുധി കട്ടപ്പാന്ന് എഴുതണ. സുധി കട്ടപ്പാന്ന് എഴുത്. ലവ് വരിക്കും. ഒരു അമ്പ പോട്ടെ. ഇതിന്റെ ഫോട്ടോ ഫോട്ടോ സന്തോഷമില്ലേ? ഇനിയിപ്പോ ഇവിടെ എന്താ ഇവിടെ ഉണ്ടെന്ന കാര്യം നമുക്ക് എന്താ പ്ലാൻ പറയും. ഞാൻ തെറിക്ക് വേറെ എവിടെയും പോടാ. വേറെ എവിടെയും പോവാ. സുധീര അവിടെ പോണ്ടാ. കുട്ടികളുടെ പേര് മണ്ണ് കുടിച്ചിട്ട് പാടാതെ
മാമന് ഭ്രാന്താണ്, ഓടിക്കോ. സുധിയേ വീഡിയോല്ല ഇവിടെ കട നിന്റെ മൂടാ മത്സ്യകന്യ എങ്ങനെയാക്കാ വാടാ. ഇവൻ പോയാ നീക്കടാ. ഇപ്പൊ നമ്മൾ സുഭാഷ് എന്നാണ് കേട്ടോ. എനിക്ക് മഞ്ഞുമൽ വോയിസ് ആണ്. നീ തീർന്നില്ല സുദീപ് അവനറിയില്ല. ഇതാ ലോട്ടേ ഇതിന്റെ ഓരോരുത്തർ വീട്ടിൽ പോയാ ഭ്രാന്തികൾ പലവിധം. എനിക്ക് അടിക്കണേ അവനെന്താ പറ്റിയത്? വയ്യോ എന്തൊക്കെ കാണിക്കടാ. എന്ത് സാധനം കൊടുത്ത് വെറൈറ്റി വല്ല മിക്സ് ചെയ്തടാ. അങ്ങോട്ട് പോവാ. ഇവിടെ നിന്ന് വേണ്ടാന്നോ സുധിക്കെന്താ പറ്റിയില്ലേ? നോക്ക് അതെ. കള്ളമ്മ ജാക്കി വെക്കുന്ന ഇവര് എവിടേക്കടാ ഇനി അവിടേക്ക് എന്തിനാ പോണ്? ഇവര് ഗേ ആണ് ഗൈസ്. ഇവര് കേന്റെ അർത്ഥം നിങ്ങൾ പറയണ്ടല്ലോ. അതെ ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോകണ്ട. ഇനിയിപ്പോ നേരെ ചിലപ്പോ തൃശ്ശൂർ റൗണ്ട് പോകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വാടാനപ്പള്ളി പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇവിടെ വലിയ ഗുമ്മില്ല. ഞാൻ പറഞ്ഞില്ല, വാടാനപ്പള്ളി ബീച്ചിൽ വന്നപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഞങ്ങൾ പോവാണ് കേട്ടല്ലേ. ഇനിയിപ്പോ എവിടെ പോകുന്ന അറിയില്ല. പോയി ആദ്യം കാറിലെത്തര എന്താ അവിടെ പോവാം. ഇങ്ങനെയാണ് തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് അപമാനം, പിന്നെ ഇവിടെ വെച്ച് അപമാനം. മതിലെന്താ നോക്കറാ സുധി? അത് നോക്ക്, മതിൽ ആരാണ്? സുമതി നാരങ്ങ നാരങ്ങാന്ന് കില്ലറിൽ എന്നാലും സുമതിയോളം അതിന്റെ സംഭവം മാറിയില്ല. അതാണ് വേറൊന്നുമില്ല. പാട്ടുകൊടുത്ത് ഇതൊക്കെ ജീവിതത്തിൽ ഞാൻ സുധി ഇതെന്തായാലും ഉണ്ട്. അത് ബ്ലോഗ് ആണ്ടാ. പിന്നെ അയക്കണോ ഇതൊക്കെ കുനിക്കണ് പാട്ടാണ് ഇതിലിടുന്നത്. കുനിക്കത്ത കയറുന്നത്. ഞാൻ അവിടെ സുധി പോന്നോക്കട്ടെ. ഇതിലൊക്കെ പാട്ടാണ്ടാ. ആരും തെറ്റിദ്ധരിച്ചത് നേരെ അങ്ങനെ പോയില്ലേ. എന്തോ കഴിച്ചെന്തോ അവനെ. അതെ എന്തോ പറ്റിയില്ലാണല്ലോ അവനെ. ഇതിനെന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ സുധിയില്ലേ. പക്ഷെ ഈ ടൂർ നമ്മുടെ വൈബ് ആവില്ല. അതെ അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് കയറി. അതെ ബീച്ചിൽ നമ്മൾ നേരെ കയറി. ഇനിയിപ്പോ കാറിൽ കയറിയല്ലോ. അതെ കുമ്പിലാണ്ടായി. ഇനിയിപ്പോ നമ്മൾ നേരെ പോവാണ്. എവിടെ പോടാ? ഗ്രൗണ്ടിലേക്ക് പോകണോ? അതെ റൗണ്ടിലില്ലല്ലോ. എന്താ അവിടെ ആകുമ്പോ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ കമ്പനി അടിച്ച് നടക്കാം. സെറ്റാണ്. ഓക്കെ അപ്പൊ അവിടെ പോകണം. പിള്ളേർ വൈബ് ഇവിടെ നമ്മൾ മറ്റേ ഓഹോ ബീച്ചില്ലേ ആ സ്ഥലത്ത് വന്നിരിക്കുന്നത് നൈറ്റ് ലൈഫ് ഉള്ളത്. പക്ഷെ ഇപ്പുറത്ത് പിള്ളേർ കുളിക്കണ്ടാ. നമ്മളങ്ങനെ ഏത് ബീച്ചാന്ന് അറിയില്ല. നമ്മൾ എന്താ സ്നേഹതീരത്തിന് കുറച്ച് ഇപ്പുറത്ത് വന്നിട്ടുള്ള ഒരു ബീച്ച് ഉണ്ട്. ഓഹോ ബീച്ച്. നമ്മൾ റീലിലെ കണ്ടിട്ടുണ്ട്. നൈറ്റ് ലൈഫ് ഉള്ള ബീച്ച് ഇട്ടാ. അവർ നൈറ്റ് ലൈഫ് ആക്കി എടുത്താണ്. അപ്പൊ നമ്മൾ അവിടേക്ക് വന്നിട്ട് ഇവിടെ തിരക്കുന്നിട്ടാ. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. നമ്മളൊരു പിള്ളേരെ ഷൂട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു കനാല്. അത്യാവശ്യം നൈസ് ഇട്ടോ. ആ ഒരു വാടാനപ്പള്ളി സെറ്റപ്പ്. പക്ഷെ ഫുള്ള് ഫുഡ് കൗണ്ടർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാ. നമ്മൾ ഇനി നേരെ പോകുന്നത് ഇവിടെ കിളർ ബീച്ചാണ്. ഇവിടെ നേരെ കയറി കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ്. അതെ കിളറ കുറച്ച് തിരക്കുണ്ട്. അത്യാവശ്യം നമ്മൾ നിറയെ തിരക്കണ കുറച്ച് തിരക്കുണ്ട്. ഇവിടെ കുഴപ്പമില്ല. ആൾക്കാരൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ
ഏതില്ല അപ്പുറത്ത് അത്ര നല്ല ഇതൊന്നുമില്ല. ഓ കിലോടറെ ഇത് നോക്ക്, മീൻ കരക്കടിച്ചിരിക്കണതാ. ഓ കരക്കടിച്ചിട്ടുണ്ടോ? 5 കിലോ ഉണ്ടോ കേട്ടോ, 5 കിലോ ഉണ്ടോ അല്ലേ? മാക്സിമം 5 കിലോ മേലെ, 5 കിലോ ഒന്നല്ല മേലെ കേട്ടോ. കരക്കടിച്ചിരിക്കണ സംഭവം. കിലോടികള് അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് പിള്ളേർ പോയി. അപ്പൊ ഇനി എന്താ പരിപാടി വെച്ച് ഞാൻ നേരെ അതാണ് കേട്ടോ, അപ്പുറത്ത് ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ മണ്ണ് ഒരു വലിയ മണ്ണടാ കാലിൽ കാണുന്നത്. ചേട്ടാ നിങ്ങളിപ്പോ മീൻ കാണില്ല, അതെന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരമാലടിച്ച് കയറുന്ന മീൻ, അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ ബോട്ടൊക്കെ പിടിച്ചിട്ട് ഇടുന്ന അങ്ങനത്തെ മീൻ എന്തോ പറയുന്നുണ്ടായിരുന്നു. നമുക്കതിൽ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ പിള്ളേർ ഇറങ്ങുന്നുണ്ട്, 3 പിള്ളേർക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഞാനും പ്രവീൺ കൂടി ഇവിടെ വന്ന് ഇരിക്കുകയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ അവിടെ അടി തുടങ്ങി കാറിൽ. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് അവരിങ്ങോട്ടേക്ക് വരും. ഇത് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ അടിക്കും നിലത്ത് അടിക്കും. കടലേറിയടാ കടലേറി എന്തിനാ കാണിക്കേ? കടലേറി അങ്ങനെ എറിയടാ കുഴപ്പമില്ല. വന്നടാ അവന് ചട്ടിക്കണ. അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ ഇറങ്ങി ഇനിയിപ്പോ നേരെ എന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. അതിന് സമയം 6:30. ഇനി നമ്മൾ എത്തണം, വേഗം പോകാനില്ല. അങ്ങനെ ഓഹോ ബീച്ച് നമ്മൾ ബൈ പറയുന്നു. നമ്മൾ പിന്നെ ഒരിക്കൽ നൈറ്റ് എന്തായാലും ഇറങ്ങിയിട്ടില്ല. ഇതാണ് സംഭവം, ഫുള്ള് വൈബ് നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും രാത്രി. അതെ അവനോടി പാട്ടൊക്കെ അവനുണ്ട് ചേട്ടാ. അപ്പൊ നമ്മൾ ഇറങ്ങി എന്ത് വെച്ചാൽ നമുക്ക് വണ്ടി കയറാം. വേറെ വഴിയില്ല എന്ത് ചെയ്യാ ചേട്ടാ. അപ്പൊ വണ്ടി എത്തില്ല ചേട്ടാ. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇന്നലെ രാത്രിയാണ് വീട് എത്തിയിട്ടാ. നമ്മള് തൃശ്ശൂരിൽ രാത്രി വീട് എത്തി ഉറങ്ങി പെട്ടെന്ന് നല്ല രാവിലെ കയറി. അപ്പോൾ നോക്കുമ്പോൾ എണീറ്റ് നോക്കുമ്പോൾ ഉച്ചയായി. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ നേരെ ഉച്ചക്കത്തേക്ക് കൂടി കഴിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടില്ല ചോറും മീൻകറിയും നല്ല റേഷനറിയും അയിലക്കറിയും. അപ്പോൾ അതായിരുന്നു ട്രിപ്പ്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു നേരത്തെ ട്രിപ്പൊക്കെ പോയിട്ടില്ല നമ്മുടെ മന്തി ഗ്യാങ്ങുമായിട്ട്. പക്ഷെ എന്നാലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരപ്പോൾ പറഞ്ഞിട്ട് മാസം ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ മാസം പോയില്ല. അതെല്ലാം വ്ളോഗിൽ എടുത്തരും. അപ്പൊ അതേ പറയുള്ളൂ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലവ് യു ഗൈസ്.